നിങ്ങൾക്കൊരു കഥ കേൾക്കണോ? ഇത് വെറും ഒരു കഥയല്ല. ഇതൊരു റിയൽ സ്റ്റോറിയാണ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു സ്റ്റോറി. വൺ ഡേ I received a phone call. A lady said, I saw your advertisement and I want to learn spoken English, but I am 62 years old. I smiled and replied, that is absolutely not a problem. You can definitely learn English. Then I asked her a simple question and said, if you practice exactly as I teach you, you can start speaking English confidently in just 10 days. She believed me and made the payment immediately, then joined my course. On the first day of the class, she told me, my two children are living abroad. They told me, Mama, don't waste your money. No teacher can teach you English at this age. I said, don't worry, follow my lessons, do the practice sincerely, and very soon you will speak English with confidence. She trusted the process and practiced every day. On the sixth day, she spoke to me in English and said, Teacher, my fear is gone. Today I spoke to my husband in English. Her husband encouraged her and said, You are right, you can really speak English. I told her, complete the 10-day program and then speak to your children in English. On the 10th day, she called her children and spoke to them in English. They were surprised and asked, Mama, who is the teacher who taught you English so well? This is exactly what I want to tell you today. If a 62-year lady can remove her fear and start speaking English confidently in just 10 days, you can do it too. ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ കിട്ടി. ഒരു ലേഡി ആയിരുന്നു. അവരെന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് കണ്ടു. എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന്. ഞാൻ കുറെ കുവൈത്തിലായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെ ജോലി കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം. പക്ഷെ എനിക്ക് 62 വയസ്സുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വയസ്സ് ഒരു പ്രശ്നമല്ല, വയസ്സൊരു നമ്പർ മാത്രമാണ്. നമുക്ക് പഠിക്കാനുള്ള ആഗ്രഹവും ആത്മാർത്ഥതയും ഒരു ഇന്റൻഷനും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അങ്ങനെ ഞാൻ അവരോട് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചതിന് ശേഷം അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ 10 ദിവസം പ്രാക്ടീസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ വിശ്വസിച്ചു. പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്തു. അങ്ങനെ കോഴ്സിൽ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഡേ തന്നെ അവരെന്നോട് പറഞ്ഞു, എനിക്ക് 2 മക്കളാണ്, അവര് വിദേശത്താണ്. അവരെന്നോട് പറഞ്ഞു, ഈ ഒരു പ്രായത്തിൽ അമ്മയെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു ടീച്ചർക്കും കഴിയില്ല, വെറുതെ പൈസ നഷ്ടപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്റെ ലെസൺസ് ഫോളോ ചെയ്യുക, പ്രാക്ടീസ് സിൻസിയർ ആയിട്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇംഗ്ലീഷ് ധൈര്യപൂർവ്വം സംസാരിക്കുമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. അങ്ങനെ എന്റെ കോഴ്സിനെ വിശ്വസിച്ച് അവര് പ്രാക്ടീസ് തുടങ്ങി. 6-മത്തെ ദിവസം അവരെന്നോട് പറഞ്ഞു, ടീച്ചറെ, എന്റെ പേടിയൊക്കെ പോയി. എനിക്കിപ്പോ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഞാൻ എന്റെ ഭർത്താവിനോട് ഇംഗ്ലീഷ് സംസാരിച്ചു. അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചു. നീ പറഞ്ഞത് കറക്റ്റാണ്, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, 10 ദിവസത്തെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 10-മത്തെ ദിവസം അവര് അവരുടെ മക്കളെ വിളിച്ചു, ഇംഗ്ലീഷിൽ സംസാരിച്ചു. മക്കൾ അത്ഭുതത്തോടെ ചോദിച്ചു, അമ്മ ഏത് ടീച്ചറാണ് ഇംഗ്ലീഷ് ഇത്ര നന്നായി സംസാരിക്കാൻ പഠിപ്പിച്ചത് എന്ന്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 62 വയസ്സുള്ള ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും. അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിച്ചു നിൽക്കുന്നവർക്ക് എന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. 10 ദിവസം കറക്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. എന്റെ 22 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ ഞാൻ കണ്ടത്, കുറെ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിച്ചിട്ട് ജോലിക്ക് പോലും അപേക്ഷിക്കാതെ റൂമുകളിൽ ഇരിക്കുന്നതാണ്. ബി.എഡ് പോലും ഉണ്ടായിട്ട് ജോലിക്ക് അപേക്ഷിക്കാത്ത പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്.
അവരെ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ സൈക്കോളജി പഠിച്ച് സൈക്കോളജിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ പേടി മാറ്റി തന്ന് ഇംഗ്ലീഷ് ധൈര്യപൂർവ്വം സംസാരിക്കാനുള്ള ഒരു പ്രാക്ടീസ് തരുന്നത്. എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.